Safety is not the absence of threat, but the presence of connection. ഗാബോർ മാത്തെ. മെന്റൽ ട്രോമയെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയ ഒരു ഹംഗേറിയൻ കനേഡിയൻ ഫിസിഷ്യനും റൈറ്ററുമാണ് ഗാബോർ മാത്തെ. എന്താണ് അദ്ദേഹം പറയുന്നത്? സേഫ്റ്റി ഇസ് നോട്ട് ദി ആബ്സെൻസ് ഓഫ് ത്രെറ്റ്. സുരക്ഷ ഭീഷണിയുടെ അഭാവമല്ല. എന്ന് വെച്ചാൽ ഭീഷണി ഇല്ലാതാകുന്നത് മാത്രമല്ല സുരക്ഷ, ബട്ട് ദ പ്രസൻസ് ഓഫ് കണക്ഷൻ. മറ്റുള്ളവരുമായുള്ള ബന്ധം, ബോണ്ടിങ് ഒക്കെ ഉണ്ടാവുമ്പോൾ കിട്ടുന്ന സേഫ് ഫീലിംഗ് കൂടിയാണ് സുരക്ഷ. ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും പ്രഥമമായി വേണ്ടത് സുരക്ഷയാണല്ലേ. സേഫ്റ്റി ഇസ് ആർ പ്രൈം നീഡ്. നമുക്ക് ഹാനികരമായതിൽ നിന്നുള്ള സുരക്ഷ അത് പല തലത്തിലുണ്ട്. സാമ്പത്തിക സുരക്ഷ, ശാരീരിക സുരക്ഷ, മാനസിക സുരക്ഷ, അങ്ങനെ പല തലത്തിൽ. എല്ലാം ആവശ്യവുമാണ്, ഇമ്പോർട്ടൻറ്റുമാണ്. ഇതിനെല്ലാം പുറമെ നമ്മുടെ ഹൃദയത്തിൽ, അതായത് നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ അനുഭവിക്കാവുന്ന ഒരു സുരക്ഷയുണ്ട്. ആൻ ഇന്നർ സേഫ് ഫീലിംഗ്. അതാണ് വൈകാരിക സുരക്ഷ, ഇമോഷണൽ സേഫ്റ്റി. ഇന്നത്തെ ടോപ്പിക് ഇത് തന്നെയാണ്, ബിൽഡിംഗ് ഇമോഷണൽ സേഫ്റ്റി. വൈകാരിക സുരക്ഷ ഉണ്ടാക്കിയെടുക്കുക. ഇമോഷൻസ് ആർ അവർ ഇന്നർ കോമ്പസ്. നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് കാണിക്കുന്ന സൂചനകളാണ് നമ്മുടെ ഇമോഷൻസ്. സന്തോഷം അനുഭവിക്കുമ്പോൾ നമ്മൾ ചിരിക്കും, എല്ലാം വളരെ നന്നായി തോന്നും. വിഷമങ്ങൾ നമ്മളെ കരയിപ്പിക്കും, തളർത്തും. ഭയം നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂട്ടും. ഇങ്ങനെ പലതരത്തിലുള്ള ഫീലിങ്സ്, ഇമോഷൻസ് അനുസരിച്ചിട്ടാണല്ലോ നമ്മുടെ മൂഡ്, നമ്മുടെ പെരുമാറ്റം എല്ലാം. അതുകൊണ്ട് തന്നെ നമ്മൾ ശരിയായ ഇമോഷണൽ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ എന്ത് തന്നെ ഉണ്ടായിട്ടും കാര്യമില്ല, അത് നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല, അല്ലേ? നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ സുരക്ഷിതമായുള്ള മാനസികാവസ്ഥയിൽ ഫീൽ ചെയ്യാൻ നമുക്ക് കഴിയണം, ഇല്ലെങ്കിൽ ഒരു കാര്യവും ഇല്ല. സോ വാട്ട് ഈസ് ഇമോഷണൽ സേഫ്റ്റി? Emotional safety is the state of feeling secure to express ourselves without fear. It starts within us with self-acceptance and grows in relationships of trust and respect. Without it, we cannot truly grow or feel at peace with others or within ourselves. യാതൊരു ഭയവും ഇല്ലാതെ സ്വന്തം വികാരങ്ങളും ചിന്തകളും പ്രകടിപ്പിക്കാൻ കഴിയുന്ന അവസ്ഥയാണ് വൈകാരിക സുരക്ഷ എന്നത്. അതായത് മറ്റുള്ളവരുടെ മുൻപിൽ തൻ്റെ യാഥാർത്ഥ്യം പേടിയില്ലാതെ, മടിയില്ലാതെ അവതരിപ്പിക്കാൻ സാധിക്കുന്ന അവസ്ഥ. ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്തിൻ അസ് വിത്ത് സെൽഫ് ആക്സെപ്റ്റൻസ്. ഇത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. വിത്ത് സെൽഫ് ആക്സെപ്റ്റൻസ്, സ്വയം അംഗീകരിക്കുകയും സ്വന്തം വികാരങ്ങളെ ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് ഈ സേഫ് ഫീലിംഗ് നമ്മൾ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. ആൻഡ് ഇറ്റ് ഗ്രോസ് ഇൻ റിലേഷൻഷിപ്സ് ഓഫ് ട്രസ്റ്റ് ആൻഡ് റെസ്പെക്ട്. വിശ്വാസവും ബഹുമാനവും നിറഞ്ഞ ആത്മാർത്ഥമായ ബന്ധങ്ങളിൽ ഈ സേഫ് ഫീലിംഗ് വളരുന്നു. കാരണം ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ ഒരു മറയുമില്ലാതെ നമുക്ക് നമ്മളായി തന്നെ ഇരിക്കാൻ സാധിക്കുന്നു. ശരിയല്ലേ? ഇത് തന്നെയാണ് ഗാബോർ മാത്തെ പറഞ്ഞതും. നമ്മൾ നമ്മളുമായും മറ്റുള്ളവരുമായും ശരിയായ വിധത്തിൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ആ സുരക്ഷിതാവസ്ഥ. Without it, we cannot truly grow or feel at peace with others or within ourselves. ഈ സുരക്ഷയില്ലെങ്കിൽ നമുക്ക് സ്വയം വളരാനോ ബന്ധങ്ങൾ വളർത്താനോ സമാധാനം അനുഭവിക്കാനോ കഴിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു നല്ല വ്യക്തി ജീവിതത്തിനും സാമൂഹിക ജീവിതത്തിനും ഇമോഷണൽ സേഫ്റ്റി അനിവാര്യമാണ്. ഇത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് ആരംഭിക്കുന്നതെങ്കിലും എന്തുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ ഇമോഷണലി സേഫ് അല്ല എന്ന് തോന്നുന്നത്? ഇമോഷണലി അൺസേഫ് സിറ്റുവേഷൻസ് ഇൻ ലൈഫ്. എപ്പോഴൊക്കെയാണ് ഇമോഷണലി അൺസേഫായി നമുക്ക് തോന്നുന്നത്? എന്തൊക്കെ അനുഭവങ്ങളാണ് നമ്മളിൽ ഈ അസുരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നത്? നോക്കാം. When others mock, dismiss and judge our feelings. നമ്മുടെ വികാരങ്ങളെ മറ്റുള്ളവർ പരിഹസിക്കുകയും അവഗണിക്കുകയും ചെയ്യുമ്പോൾ, എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എങ്ങനെയുള്ളവരാണെന്ന് അവർ മുൻവിധി നടത്തുമ്പോൾ
അത് വല്ലാത്തൊരു അവസ്ഥയാണല്ലേ. എസ്പെഷ്യലി ഇൻ ഗ്രോയിങ് ഇയേഴ്സ്, ചെറുപ്രായത്തിൽ, അല്ല ഏത് പ്രായത്തിലായാലും നമ്മുടെ വികാരങ്ങളെ മറ്റുള്ളവർ അവഗണിക്കുന്നത് വിഷമിപ്പിക്കുന്നത് തന്നെയാണ്. എന്നാൽ ചെറുപ്രായത്തിൽ പ്രത്യേകിച്ച് നമുക്ക് വേണ്ടപ്പെട്ടവർ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ പറ്റി അവർ പറയുന്നതാണ് സത്യമെന്ന് നമ്മളും അങ്ങ് വിശ്വസിച്ചു പോകും. പ്രായം അതല്ലേ. അപ്പോൾ ഉണ്ടാവുന്ന ആ ഒരു അൺസേഫ് ഇമോഷൻ അതെന്താണ്? ഷെയിം ആൻഡ് ഇൻആഡക്വസി, നാണക്കേടും അപര്യാപ്തതയും. നമ്മൾ പരിഹസിക്കപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച്, അത് തമാശ രൂപേണ ആയിക്കോട്ടെ, നമുക്ക് വേണ്ടപ്പെട്ടവർ അങ്ങനെ ചെയ്യുമ്പോൾ അത് നമ്മളെ ഇല്ലാതാക്കുന്നു. വി ഫീൽ ഇൻആഡക്വേറ്റ്. നമുക്ക് എന്തൊക്കെയോ കുറവുണ്ടെന്ന് നമ്മൾ തന്നെ വിശ്വസിച്ചു പോകുന്നു. ആൻഡ് ദാറ്റ് വിൽ ഇഫക്റ്റ് ആർ ഇമോഷണൽ സേഫ്റ്റി. നെക്സ്റ്റ്, ഹാവിങ് ഇമോഷണൽ ബൗണ്ടറീസ് വയലേറ്റഡ്. നമ്മുടെ മനസ്സമാധാനത്തെ സംരക്ഷിക്കുന്ന ഒരു പരിധിയാണ് നമ്മുടെ ഇമോഷണൽ ബൗണ്ടറി. അത് ലംഘിക്കപ്പെടുമ്പോൾ, അതായത് നമ്മുടെ സ്വകാര്യതയെ മാനിക്കാതെ, നമ്മുടെ സമയത്തിന് വില കൽപ്പിക്കാതെ, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾക്കും തീരുമാനങ്ങൾക്കും വില കൽപ്പിക്കാതെ നമ്മുടെ കാര്യങ്ങൾ ബാക്കിയുള്ളവർ തീരുമാനിക്കുമ്പോൾ, ദാറ്റ് ഈസ് വയലേഷൻ ഓഫ് ആർ ഇമോഷണൽ ബൗണ്ടറീസ്. അത് എന്ത് അസുരക്ഷിതാവസ്ഥയാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത്? ഫ്രസ്ട്രേഷൻ ആൻഡ് ലോൺലിനെസ്, നൈരാശ്യവും ഒറ്റപ്പെടലും. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല എന്ന നൈരാശ്യം, ഫ്രസ്ട്രേഷൻ. വയലേഷൻ ഓഫ് ബൗണ്ടറീസ് ബന്ധങ്ങളെ തകർക്കുകയും ചെയ്യുന്നു. ഒരു ചെറിയ ഉദാഹരണം പറയാം. നമുക്ക് വേണ്ടപ്പെട്ടവരുമായി വളരെ വിശ്വാസത്തോടെ പങ്കുവയ്ക്കുന്ന ഒരു രഹസ്യം അവർ മറ്റുള്ളവരോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ വളരെയധികം സ്നേഹിക്കുന്ന ഒരാൾ നമ്മളെ വഞ്ചിച്ചാൽ, വിട്ടുപോയാൽ, വിശ്വാസത്തിൻ്റെ അതിരുകൾ ലംഘിക്കപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. ഭാവിയിൽ അവരോട് മനസ്സ് തുറക്കാൻ പറ്റാതെയാവും. നമ്മളെ മനസ്സിലാക്കാത്തവരാണ് നമ്മുടെ കൂടെ എന്നുണ്ടെങ്കിൽ അതിലും വലിയൊരു ഒറ്റപ്പെടലില്ല, അല്ലേ? ശാരീരിക ഒറ്റപ്പെടലിനേക്കാളും വലിയ വേദനയാണ് എല്ലാവരും കൂടെ ഉണ്ടായിട്ടും മാനസികമായി ഒറ്റപ്പെടുന്നത്. ദ ലോൺലിനെസ്, എക്സ്ട്രീംലി അൺസേഫ് സിറ്റുവേഷൻ ആണത്. നെക്സ്റ്റ് ഇസ് എക്സ്പീരിയൻസിങ് ഇമോഷണൽ അബ്യൂസ് ഓർ മാനിപ്പുലേഷൻ. ഇവിടെ മാനിപ്പുലേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ വികാരങ്ങളെ മറ്റുള്ളവർ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വളച്ചൊടിക്കുന്നതാണ്. ഇത് ജോലി സ്ഥലങ്ങളിലും വീടുകളിലും കൂട്ടുകാർക്കിടയിലും ഒക്കെ സംഭവിക്കാം. നമുക്ക് കുറ്റബോധം തോന്നിപ്പിക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ നമ്മളെ സങ്കടപ്പെടുത്തുന്ന വിധത്തിൽ നമ്മുടെ വികാരങ്ങളെ മറ്റുള്ളവർ അടിച്ചമർത്തുമ്പോൾ, ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുമ്പോൾ അത് നമ്മളെ തളർത്തും. മാനസിക പീഡനം തന്നെയാണത്. ആൻഡ് വാട്ട് അൺസേഫ് ഇമോഷൻ ഡസ് ദാറ്റ് ക്രിയേറ്റ്? സെൽഫ് ഡൗട്ട് ആൻഡ് ഫിയർ. ഭയവും സ്വന്തം കഴിവിൽ സംശയവും. സ്നേഹത്തിൻ്റെ പേരിൽ തന്നെ മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഇത് ചെയ്യണം, അത് ചെയ്യണം എന്ന് പറഞ്ഞ് സ്നേഹിക്കുന്നവരെ കൊണ്ട് അവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. ചെയ്തിട്ടില്ലെങ്കിൽ മിണ്ടാതിരിക്കുക, പിണങ്ങുക. ദ സൈലന്റ് ട്രീറ്റ്മെൻറ്റ്. ദാറ്റ്സ് ഇമോഷണൽ മാനിപ്പുലേഷൻ. സ്വന്തം ഇഷ്ടങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയാത്തവരായി, ആത്മാഭിമാനം തകർന്നവരായി, പെട്ടുപോയവരായി ജീവിക്കേണ്ടി വരുന്നു. ഇത് ഇൻസെക്യൂരിറ്റിയാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ അൺസേഫായ ഇമോഷൻസ് ഉണ്ടാക്കുന്നത്? അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. എന്താണ് ഈ ഇമോഷൻസ് നമ്മളോട് പറയുന്നത്? What triggers you reveals where you need healing. What calms you show where your strength lies. ഒരു പരമസത്യമാണിത്, അല്ലേ? ദ അൾട്ടിമേറ്റ് ട്രൂത്ത്. നിങ്ങളെ ട്രിഗർ ചെയ്യുന്നതെന്തോ, പ്രകോപിപ്പിക്കുന്നതെന്തോ, അത് നിങ്ങളിൽ ഹീലിംഗ് വേണ്ടയിടം കാണിക്കുന്നു. നിങ്ങളെ ശാന്തമാക്കുന്നതെന്തോ, അത് നിങ്ങളുടെ ശക്തി എന്തിലാണുള്ളതെന്ന് കാണിക്കുന്നു. എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, ട്രിഗറും ഹീലിങ്ങും എല്ലാം, അല്ലേ?
നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്ന പാഠങ്ങളാണ് ഈ ഇമോഷണൽ ട്രിഗേഴ്സ്. They are mirrors reflecting unresolved emotions inside us. പരിഹരിക്കപ്പെടാത്ത നമ്മുടെ ഇമോഷൻസ് ആണ് ഈ ട്രിഗേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ട്രൂ ഒത്തൻറ്റിക് സെൽഫ് എങ്ങനെയുള്ളതാണ്? കാം ആൻഡ് സ്ട്രോങ് ആണല്ലേ? മൈൻഡ് പ്ലസ് പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ നമുക്കത് അറിയാം അല്ലേ? നമ്മുടെ ട്രൂ സെൽഫിനെ നഷ്ടപ്പെടാതെ, നമ്മുടെ നിയന്ത്രണം നഷ്ടപ്പെടാതെ, ഈ നെഗറ്റീവ് ഫീലിംഗ്, ഈ അൺസേഫ് ഫീലിംഗ് ഉണ്ടാക്കുന്നവരോടൊക്കെ എങ്ങനെ പ്രതികരിക്കണം എന്നതാണ് യഥാർത്ഥ ചോദ്യം. ഹൗ ടു ഹാൻഡിൽ ഇമോഷണലി അൺസേഫ് പീപ്പിൾ. എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് നോക്കാം. റെക്കഗ്നൈസ് പാറ്റേൺസ് ആൻഡ് റെസ്പോണ്ട് വൈസ്ലി. നമ്മളെ ട്രിഗർ ചെയ്യുന്ന പെരുമാറ്റ രീതികൾ, പാറ്റേണുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വിവേകത്തോടെ പ്രതികരിക്കണം. അതെങ്ങനെ തിരിച്ചറിയാം? മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങൾ, സംസാരങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഇമോഷൻസ് ആദ്യം ശ്രദ്ധിക്കണം. ബി അവെയർ ഓഫ് യുവർ ഇമോഷൻസ്. നെഗറ്റീവ് ഇമോഷൻസ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഉടനടി പ്രതികരിക്കാതെ ഒന്ന് ചിന്തിച്ച് പോസ് ചെയ്ത് വിവേകത്തോടെ പ്രതികരിക്കാൻ നോക്കുക. നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നമ്മളെ എപ്പോഴും വിമർശിക്കുന്നവരുടെ ആ പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ കാണുമ്പോൾ തന്നെ അവരെന്ത് പറഞ്ഞാലും ഞാൻ പ്രതികരിക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. അതുമല്ലെങ്കിൽ നമുക്കിത് പിന്നീട് സംസാരിക്കാം, അതല്ലേ നല്ലത് എന്ന് അവരോട് പറയാൻ ആദ്യമേ പ്ലാൻ ചെയ്യണം. വി ഹാവ് ടു പ്ലാൻ ആൻഡ് ചൂസ് ആ റെസ്പോൺസ്. പറയാൻ വളരെ എളുപ്പമാണ്, ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഗതി തന്നെയാണ്. ബട്ട് വിത്ത് പ്ലാനിങ് ആൻഡ് പ്രാക്ടീസ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ വിവേകത്തോടെ റെസ്പോൺസ് ചൂസ് ചെയ്താൽ നമ്മളിൽ ഇമോഷണൽ സേഫ്റ്റി, ഇമോഷണൽ സ്റ്റെബിലിറ്റി നമുക്കുണ്ടാക്കാം. നെക്സ്റ്റ്, ലിമിറ്റ് ഇമോഷണൽ എക്സ്പോഷർ. നെഗറ്റീവ് വികാരങ്ങൾ ഉണർത്തുന്നവരുമായുള്ള അവരുമായി ചെലവഴിക്കുന്ന സമയവും എനർജിയും എല്ലാം ലിമിറ്റ് ചെയ്യുക, കുറയ്ക്കുക. ആരോഗ്യകരമായ ദൂരം പാലിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലെ സമാധാനം നമ്മൾ തന്നെയാണ് സംരക്ഷിക്കേണ്ടത്. നമ്മുടെ സമാധാനമാണല്ലോ വലുത്. അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ എന്തൊക്കെ അവരുമായി ഷെയർ ചെയ്യണം, എന്തൊക്കെ ഷെയർ ചെയ്യണ്ട എന്ന് മനസ്സിൽ ഉറപ്പിച്ച് വേണം അവരുമായി ഇടപെടാൻ. That's how we limit emotional exposure. Next, focus on yourself, not on changing others. മറ്റുള്ളവരെ മാറ്റുന്നതിന് പകരം സ്വന്തം കാര്യത്തിൽ ശ്രദ്ധിക്കുക, സ്വയം മാറുക. മറ്റുള്ളവരുടെ പെരുമാറ്റം നമ്മുടെ കൺട്രോളിലല്ല അല്ലേ? അവരെ നിർബന്ധിച്ച് നമുക്കൊന്നും മാറ്റാനും കഴിയില്ല. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഇതിൽ നിന്നൊന്നും നല്ല റിസൾട്ട് കിട്ടില്ല. നമുക്ക് റിസൾട്ടാണല്ലോ വേണ്ടത്. പക്ഷേ നമ്മൾ നമ്മുടെ വാക്കുകളും നമ്മുടെ പെരുമാറ്റങ്ങളും നിയന്ത്രിക്കുകയാണെങ്കിൽ സിറ്റുവേഷൻ സേഫ് ആക്കാൻ കഴിയും, സ്റ്റേബിൾ ആക്കാൻ കഴിയും. സോ വി ഷുഡ് ഫോക്കസ് ഓൺ ആർ റിയാക്ഷൻസ്, നോട്ട് അതർ പീപ്പിൾസ് ബിഹേവിയർ. സത്യം പറഞ്ഞാൽ ഈ ആളുകളെ നമ്മുടെ ഇമോഷണൽ ട്രെയിനേഴ്സായി കാണാൻ നമ്മൾ പഠിക്കണം. ജിമ്മിലൊക്കെ കാണുന്ന ഫിസിക്കൽ ട്രെയിനേഴ്സിനെ പോലെ നമ്മളെ ഇമോഷണലി സ്ട്രോങ് ആക്കാനുള്ള പേഴ്സണൽ ഇമോഷണൽ ട്രെയിനേഴ്സായി നമുക്കിവരെ കാണാൻ പഠിക്കാം. നെക്സ്റ്റ് ഇസ് പ്രാക്ടീസ് സെൽഫ് കെയർ വിത്ത് ഹെൽത്തി ബൗണ്ടറീസ്. അതെങ്ങനെ ചെയ്യാം? നമ്മുടെ സമാധാനം ഇല്ലാതാക്കുന്ന കാര്യങ്ങൾക്ക് ഇല്ല, വേണ്ട എന്ന് പറയാൻ പഠിക്കണം. ലേൺ ടു സേ നോ വെൻ നീഡഡ്. ഇതിലൂടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കാനും നമുക്ക് വേണ്ട ആരോഗ്യകരമായ ബന്ധങ്ങൾ ഉണ്ടാക്കാനും നമുക്ക് സാധിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ എന്നും പഠിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ്, ഇതൊക്കെയാണ് സെൽഫ് കെയറിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇതൊക്കെ നമ്മുടെ ജീവിത രീതിയായി മാറണം. അപ്പോഴേ നമുക്ക് വേണ്ട യഥാർത്ഥ സംരക്ഷണം ലഭിക്കും. The greatest gift you can give yourself is distance from the unsafe, and the greatest gift
you can give others is to be safe for them. നിങ്ങൾക്ക് സ്വയം നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് അസുരക്ഷിതമായ കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക എന്നത്. ഇങ്ങനെ മാറി നിൽക്കുന്നത് ഭീരുത്വമല്ല, അത് ധൈര്യമാണ്, വിവേകമാണ്. നമ്മുടെ ഉള്ളിലെ സമാധാനം സംരക്ഷിക്കുന്നതിലാണ് നമുക്ക് ധൈര്യം വേണ്ടത്. ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് യു ക്യാൻ ഗിവ് അതേഴ്സ് ഇസ് ടു ബി സേഫ് ഫോർ ദം. മറ്റുള്ളവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണ്? അവർക്ക് വേണ്ട സുരക്ഷിതമായ ഒരാളാവുക എന്നത് തന്നെയാണ്. ബി സേഫ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർ നമ്മുടെ വികാരങ്ങളെ മാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അവരും ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ ഇറ്റ്സ് അബൌട്ട് വാട്ട് വി ഗിവ് അതേഴ്സ്. നമ്മളെപ്പോലെ തന്നെ മറ്റുള്ളവരെയും പരിഗണിക്കണം. അപ്പോഴാണ് ആഴമേറിയ ബന്ധങ്ങളും ഉണ്ടാവുന്നത്. നമ്മൾ അന്വേഷിക്കുന്നത് തന്നെയാണ് അവരും അന്വേഷിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് സുരക്ഷിതമായ ഒരു ലോകം സൃഷ്ടിക്കപ്പെടുന്നത്. ഇനി നമുക്ക് മെഡിറ്റേഷനിലേക്ക് കടക്കാം.